ഗ്യാങ്സ്റ്റർ വൈബിലുള്ള ലോകേഷ് കനകരാജിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് സബ് പ്ലോട്ടുകളുള്ള പാരലലായിട്ട് പലതും സംഭവിക്കുന്ന കഥയിൽ പ്രാധാന്യമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളവയായിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ലോകേഷ് ആദ്യമായി ചെയ്യുന്ന കൂലി നോക്കിയാലും ഒരുപാട് സബ് പ്ലോട്ടുകളുള്ള ഈ ഒരു പാറ്റേൺ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം. പക്ഷേ സിനിമയുടെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബിൽഡപ്പുകൾ സെറ്റ് ചെയ്യാൻ സിനിമ ലേശം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ്. ലോകേഷിന്റെ ഫിൽമോഗ്രാഫി നോക്കുകയാണെങ്കിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള പല റിവീലിങ്ങുകളും പുള്ളി ചെയ്തിട്ടുണ്ട്. കൂലി എന്ന സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഫാൻ സർവീസിന് പറ്റിയ ഒന്നായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരു കഥയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഹീറോ വേർഷിപ്പിംഗ് കയറി വരുമ്പോൾ അത് സിനിമയുടെ ഒരു താളത്തെ ബാധിക്കുന്നുണ്ട്. ചെന്നൈയിൽ ഒരു മെൻസ് ഹോസ്റ്റൽ നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ നായകനായിട്ടുള്ള ദേവ. വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ലൈഫ് മൊത്തത്തിൽ മാറുന്നത് പുള്ളിയുടെ അടുത്ത സുഹൃത്തിൻ്റെ മരണവാർത്ത അറിയുമ്പോഴാണ്. തൻ്റെ കണക്ഷൻ ഉപയോഗിച്ച് തൻ്റെ സുഹൃത്ത് മരിച്ചത് ഒരു സ്വാഭാവിക മരണമല്ല എന്ന് ദേവയ്ക്ക് മനസ്സിലാകുന്നു. സൈമൺ എന്ന ബിസിനസ്സുകാരൻ കൺട്രോൾ ചെയ്യുന്ന ഹാർബറുമായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിന് ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ദേവ അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ലോകേഷ് കനകരാജിൻ്റെ കഥകൾ ഒരുപാട് കഥാപാത്രങ്ങളുള്ളതായിരിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്യുന്നത് അത്ര താരമൂല്യമില്ലാത്ത തരം അഭിനേതാക്കളായിരിക്കും. വിക്രത്തിലെ ഏജന്റ് ടീനയും ജോർജ് മരിയൻ കൈദിയിൽ അവതരിപ്പിച്ച കഥാപാത്രവും ഒക്കെ അത്തരം ക്യാരക്ടേഴ്സിന് ഉദാഹരണമാണ്. ഈ സിനിമയിലും അധികം പ്രശസ്തരല്ലാത്ത നടന്മാർക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ലോകേഷ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പുള്ളി സൃഷ്ടിക്കുന്നത് കഥയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ മൊത്തത്തിലുള്ള പാക്കേജിങ്ങിലേക്ക് വരുമ്പോൾ പ്രേക്ഷകനെ ആവേശം കൊള്ളിക്കുന്ന ടൈപ്പ് പുതുമയുള്ള പരിപാടികളൊന്നും ഇവിടെ വരുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ സൂപ്പർ സ്റ്റാറിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് സമാനമായ ഷോ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊന്നും സഫീഷ്യൻ്റ് അല്ലാത്തതുപോലെ തോന്നി. ഫൈറ്റ് സീക്വൻസുകളാണ് ലോകേഷ് കനകരാജ് സിനിമകളുടെ USP. ഈ സിനിമയാണെങ്കിൽ വയലൻസിൽ കോംപ്രമൈസ് വരുത്താത്തതുകൊണ്ട് A സർട്ടിഫിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഒന്നിലധികം ആക്ഷൻ ബ്ലോക്കുകളും പിന്നെ നായകൻ്റെ ടാക്ടിക്കൽ ബുദ്ധി കാണിക്കുന്ന സീക്വൻസുകളും പടത്തിലുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഗ്രാൻഡ് ആയിട്ട് അവസാനിക്കുന്നില്ല. അടിപൊളി ആക്ഷൻ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അത് വ്യക്തമായിട്ട് ഓരോ ഇടിയും സ്ക്രിപ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി കാണുമ്പോൾ അവർ നല്ല രീതിയിൽ മെനക്കെട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥ പോലെ തന്നെ ഗംഭീരമായിട്ട് തുടങ്ങിയിട്ട് പകുതി കഴിയുമ്പോഴേക്കും ഒരു യൂഷ്വൽ വൈബിലേക്ക് സ്റ്റണ്ടുകൾ പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം രജനീകാന്ത് മാത്രമുള്ള ഹോസ്റ്റൽ ഫൈറ്റാണ് ഉപേന്ദ്ര വരുന്നതിന് മുന്നേ. ഏതൊരു ലോകേഷ് കനകരാജ് സിനിമയും പോലെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ദൈർഘ്യം 170 മിനിറ്റ് ആണെങ്കിലും അത് ഇരുന്ന് തീർക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഏതാണ്ട് എല്ലാ 15 മിനിറ്റിലും എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു അജിലിറ്റി ഉണ്ട്. ലോകേഷിൻ്റെ സിനിമകൾ കണ്ട് നമുക്ക് പുള്ളിയുടെ രീതികൾ മനസ്സിലാകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പോയിന്റിന് ശേഷം ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾക്ക് ഒരു ടെംപ്ലേറ്റ് സ്വഭാവം ഫീൽ ചെയ്യും. ആര് പറ്റിക്കും, ആര് കൂടെ നിൽക്കും എന്നെല്ലാം ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. ഗിരീഷ് ഗംഗാധരൻ്റെ സിനിമാറ്റോഗ്രാഫി കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റഗഡ് ആയിട്ടുള്ള ടെക്സ്ചർ വിഷ്വലുകൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റ് ലോകേഷ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയുടെ അളവ് ഈ സിനിമയിൽ കുറവാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഒരു OST സ്വഭാവത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നത് പോലെ ചിക്കിട്ടും മോണിക്കയും എല്ലാം ലോകേഷ് ചെയ്യേണ്ടി വന്ന വിട്ടുവീഴ്ചകളാണ്. ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങൾക്ക് വിഷ്വലായിട്ടും സൗണ്ടായിട്ടും കൊടുത്തിട്ടുള്ള ഒരു റെട്രോ പരിപാടി സ്വല്പം ഗിമ്മിക്കി ആയിട്ട് തോന്നി. രജനീകാന്ത് സ്വന്തം പ്രായത്തിലുള്ള കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് പുള്ളി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഉപയോഗിച്ച് മാസ് കാണിക്കുന്നതിലുള്ള ആ ഒരു ഗ്രേസ് ഇവിടെയും ഉണ്ട്. ദേവ എന്ന കഥാപാത്രം ഭൂരിഭാഗം സമയത്തും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഉള്ളത്. വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രമേ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് പോകുന്നുള്ളൂ. ശ്രുതി ഹാസന് കിട്ടിയിട്ടുള്ള പ്രീതി എന്ന കഥാപാത്രം ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ സെൻറ്റിമെൻ്റൽ ഭാഗങ്ങളൊക്കെ ശ്രുതി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് നോക്കുമ്പോൾ ഒരുപക്ഷെ രജനീകാന്തിനേക്കാൾ സിനിമയിൽ സ്പേസ് ലഭിച്ചിട്ടുള്ളത് സൗബിൻ ഷാഹിറിനാണെന്ന് പറയാം. കിട്ടിയ അവസരം സൗബിൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വില്ലനായിട്ടുള്ള സൈമണിനെ നാഗാർജുന യാതൊരു ഏച്ചുകെട്ടലും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കൂളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ കഥാപാത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫിയർ ഫാക്ടർ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. ഇന്റർവെല്ലിന് തൊട്ട് മുന്നേയുള്ള സീനിൽ പുള്ളി സ്കോർ ചെയ്യുന്നുമുണ്ട്. സത്യരാജിന്റെ റോള് താരതമ്യേന ചെറുതാണ്. പക്ഷേ രജനീകാന്തുമായിട്ടുള്ള സൗഹൃദം സ്ക്രീനിൽ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ കാസ്റ്റിംഗ് സിനിമയെ സഹായിക്കുന്നുണ്ട്. ഉപേന്ദ്ര, ആമിർ ഖാൻ മുതലായവരെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ജയിലർ കണ്ടിട്ട് അതേ ഫോർമുല ആവർത്തിക്കാൻ നോക്കിയതുപോലെ ഒരു പരിപാടിയാണ്. ഉപേന്ദ്ര വെറും ഗുണ്ടയായിട്ട് ഒതുങ്ങിപ്പോയി. ആമിർ ഖാൻ വരുന്ന ഭാഗത്ത് ചില ഡയലോഗ് ഹ്യൂമറും ചില ഫ്ലാഷ് ബാക്ക് സംഗതികളും ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും കഥയ്ക്ക് അത്യാവശ്യമായ ട്രാക്ക് ആയിരുന്നു അത് എന്ന് തോന്നിയില്ല. കണ്ണാ രവിയാണ് സൈമൺ എന്ന കഥാപാത്രത്തിൻ്റെ മകനായിട്ടുള്ള അർജുനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അർജുൻ്റെ കാമുകിയായിട്ട് വന്നിട്ടുള്ള രജിത റാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൈദിയും വിക്രവും ഒക്കെ എടുത്തിട്ടുള്ള സംവിധായകന്റെ പടം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ കൂലി പ്രതീക്ഷയ്ക്ക് ഒത്തുവരാത്തൊരു സിനിമയാണ്. ലോകേഷ് കനകരാജിൻ്റെ ഏത് സിനിമ എടുത്തു നോക്കിയാലും കൂലിയിൽ നമ്മൾ കാണുന്നതിന് സമാനമായിട്ടുള്ള ലോജിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് ലോകേഷ് അത്തരം സിനിമകൾ മികച്ചതാക്കാറുണ്ട്.
എന്നാൽ ഇവിടെ ഈ സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പും പിന്നെ ഫാൻ സർവീസ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ചില ബാലൻസിങ്ങും ഒക്കെ കാരണം പുതുമയിലേക്ക് പോകുന്നതിൽ നിന്ന് എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഈ പടത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നി. അടുത്തതായി വരുന്ന കൈദി 2 പാട്ട് കുത്തി നിറയ്ക്കുകയോ ഫാൻ സർവീസ് നടത്തുകയോ വേണ്ടാത്ത ഒരു സിനിമ ആയതുകൊണ്ട് ലോകേഷ് കനകരാജിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു റീസെറ്റ് പരിപാടി ആ പടം ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്